എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനാമികയും വേണുവും വളരെ പ്രതീക്ഷയിലാണ്. ഇനി അനിയാങ്ങാനുമാണ് അടുത്ത MD ആകുന്നതെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കിട്ടുമ്പം ആ രീതിയിൽ ഇത്തിരി വലിയ കോമ്പൻസേഷൻ കിട്ടുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരോട് പറയുന്നുണ്ട്, ലോകം മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ഒരു കമ്പനിയാണ്, അത് തകർന്നടിയാൻ പോവാണ്. അങ്ങനെ എന്നും അവർ മാത്രം ഒന്നാം സ്ഥാനത്ത് നിന്നാൽ പോരല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക ഫോണിലൊക്കെ നോക്കി ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവയാനി ചെല്ലുന്നത്. ദേവയാനിക്ക് ദേഷ്യം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തീർക്കണ്ടേ, അതുകൊണ്ട് അവന്തികയുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് മോൾ കുറച്ച് മുമ്പ് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുവാണ്. അന്നേരം അവന്തിക പറയും, കുറേ കാലമായിട്ട് UK അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങ് കൂട്ടുവിട്ട് പോയി. അവരൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി കാണാൻ വേണ്ടിയാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഞാനൊന്ന് അമ്പലത്തിൽ പോയി കുറേ പ്രാർത്ഥിച്ചു ഇവിടെയുള്ളവർക്ക് സമാധാനം കിട്ടാൻ എന്നൊക്കെ പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, ശരിക്കും അമ്പലത്തിലേക്കല്ല ഇവിടെ സമാധാനം കിട്ടാൻ വേണ്ടി പോകേണ്ടത്, മോളുടെ ആങ്ങളെയും അമ്മയും ഒന്ന് ഉപദേശിച്ച് നേരെയാക്കുവാണ് വേണ്ടത്. അവർ നേരെയാണെങ്കിൽ തന്നെ ഈ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും തീർന്നേനെ എന്നൊക്കെ പറയുവാണേ. അന്നേരം അവന്തേക്ക് മനസ്സിൽ പുച്ഛമാണ്. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് കേൾക്കുക. എന്നിട്ട് ദേവയാനി അതിന് കൂടെ തന്നെ പറയുവാണ്, മോൾക്കറിയാവോ, അഭി ചെയ്ത വലിയൊരു തെറ്റ് മറച്ചു വെച്ചിട്ടാണ് ഇവിടെയുള്ള പലരും മുന്നോട്ട് പോകുന്നത്. അത് അങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് മാത്രമാണ് അവനും അവൻ്റെ ഭാര്യ ഒരുമിച്ച് ജീവിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ അവനെ അങ്ങ് കൊന്നു കളഞ്ഞേനെ, അതുപോലുള്ള കാര്യം അവൻ ചെയ്തത് എന്നൊക്കെ പറയുമ്പം അവന്തിക ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, പിന്നെ എനിക്കറിയാവാൻ മേലാത്ത കാര്യമൊന്നും ഇവിടെ ഇല്ല, എനിക്കും എൻ്റെ അച്ഛനും എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. അന്നേരം ദേവേനെ പറയുവാണ്, ഞാൻ ഇനി ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, മോൾ ഈ കാര്യങ്ങളെല്ലാം അറിയണം, എന്നിട്ട് നിൻ്റെ ആങ്ങളെ ഒന്ന് ഉപദേശിക്കാൻ പറ്റുവാണെങ്കിൽ ഉപദേശിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ചന്തുമോളുടെ കാര്യം പറയും. ഇവിടെ ഒരു കുട്ടിയില്ലേ ചന്തുമോള്, അത് ആദർശിൻ്റെ കുഞ്ഞല്ല, അഭിയുടെ കുഞ്ഞാണ്. അവൻ ചെയ്ത തെറ്റ് അവൻ ആദർശിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. പിന്നെ അവൻ്റെ അനിയനോട് സ്നേഹമുള്ളത് കൊണ്ടും ചേച്ചിയുടെ ജീവിതം തകർന്നു പോകരുത് എന്ന് നയനെ ആഗ്രഹിക്കുന്നതുകൊണ്ടും മാത്രമാണ് ഇപ്പോൾ കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതും അവർ രണ്ടുപേരും ചന്തുമോളുടെ അച്ഛനും അമ്മയായിട്ട് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും. അല്ലെങ്കിലത്തെ അവസ്ഥ നിനക്കറിയാലോ. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും നവ്യ അവരെ വിമർശിക്കുമ്പോൾ, ആദർശിനെയും നയനെയും വിമർശിച്ച് സംസാരിക്കുമ്പോൾ മാറി നിന്ന് അതെല്ലാം കണ്ട് രസിക്കുവാണ് നിൻ്റെ അമ്മയും ചേട്ടനും. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് അറിഞ്ഞതോടുകൂടിയാണ് അഭിയും ജലജയും ഒന്ന് ഒതുങ്ങിയത്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എല്ലാത്തിനെയും എതിർത്ത് നിന്നുകൊണ്ടിരുന്നവളാണ് ജലജ എന്നൊക്കെ ദേവയാനി പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വന്ന പോലെ അഭിനയിച്ച് അവന്തിക പറയുക, എന്നത് ഞാൻ ഈ കേൾക്കുന്നത്, ഇതായിരുന്നു സത്യം. എന്നിട്ടാണോ ഏട്ടത്തി പലപ്പോഴും ആദർശനെ വിമർശിച്ചുകൊണ്ടിരുന്നത്, കഷ്ടമായി പോയി, ഏതായാലും ഇത് ഞാൻ അവരോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തുടങ്ങുക. അന്നേരം ദേവേനി പറയുന്നുണ്ട്, മോളെ ഇത് നവ്യ അറിയരുത് കേട്ടോ, പിന്നെ വേറെ പ്രശ്നങ്ങളാകും എന്ന് പറയുമ്പം അറിയുന്നതും അറിയാതിരിക്കുന്നതും എൻ്റെ വിഷയമല്ല, പക്ഷേ ഇത്രയും വലിയ തെറ്റ് ചെയ്ത മോനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന അമ്മയെ എനിക്കൊന്ന് കാണണം, ഇതൊന്ന് ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക അങ്ങ് പോവാണ്. അവന്തിക നേരെ ചെല്ലുന്നത് ജലജയുടെയും അഭിയുടെയും അടുത്തോട്ടാണ്. അപ്പോൾ അവരിത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ജലജ പറയുന്നുണ്ട്, നിൻ്റെ അമ്മായി പിടിവിട്ട് നിൽക്കുവാണ്, ആ ദേഷ്യത്തിന് ഇനി നിൻ്റെ കാര്യങ്ങളെല്ലാം നവ്യോട് വിളിച്ച് പറയുമോ എന്നറിയത്തില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ് എന്നൊക്കെ ജലജ പറയുമ്പം അഭി പറയുന്നുണ്ട്, അങ്ങനെ ഒരു പേര് എനിക്കില്ലാതില്ല എന്ന്. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ട് അവന്തിക ചെല്ലും. എന്നിട്ട് പറയുവാണ് ഇങ്ങനെ അഭിയോട്, എടാ നിന്നെ ചേട്ടാ എന്ന് വിളിക്കാൻ പോലും എനിക്ക് നാണക്കേടാണ്, നിൻ്റെ സ്വഭാവ ഗുണം കുറേയൊക്കെ എനിക്കറിയായിരുന്നു, പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ അവന്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ ചതിച്ചത് നീയാലേ ആ പെൺകുട്ടിയെ തളർത്തി കിടത്തിയേക്കുന്നത്. ഇപ്പം നിനക്ക് 2 കുട്ടികളുണ്ട്, ഒന്ന് ചന്തുമോളും ഒന്ന് അനന്തപത്മനാഭനും. ഇതൊക്കെ അറിഞ്ഞിട്ടാണോടാ നീ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ജലജ, എൻ്റെ പൊന്നുമോളെ, അങ്ങനെ ഒരു കാര്യം അവന് സംഭവിച്ചു പോയി, അതുകൊണ്ടാണ് എനിക്കിവിടെ കിടന്ന് നരകിക്കേണ്ടി വന്നത്. അതുകൊണ്ട് മോളായിട്ട് ഇത് നവ്യോട് പോയി പറയുമൊന്നും വേണ്ട, അവൾ ഇവനെ വെട്ടിക്കൊല്ലും, അത്രയും ദേഷ്യം കാണും അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുവാണ്. അന്നേരം അവന്തിക പറയുന്നുണ്ട്, ഇവൻ ഇനിയും നന്നാകുകയില്ല, ഇവൻ ഒറ്റയൊരുത്തൻ കാരണമല്ലേ ആദർശേട്ടന് ഇതൊക്കെ കേൾക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്തേക്കും അഭി, അങ്ങനൊരു തെറ്റ് സംഭവിച്ചു പോയി എനിക്ക്, ഏതായാലും ഇത് നീയായിട്ട് ഇനി ഇവിടെ ആരെ അറിയിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോവാണ്. അഭി അങ്ങ് പോയി കഴിയുമ്പോഴും ജലജ അവന്തിയോട് പറയുന്നുണ്ട്, മോളെ നീയായിട്ട് ഇത് ആരോടും പാടിക്കൊണ്ട് നടക്കണ്ട കേട്ടോ, ആകെ പ്രശ്നമാകും, നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അഭി അവിടുന്ന് പേടിച്ച് മുകളിലോട്ട് കയറി ചെല്ലുമ്പം മേക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നവ്യയ്ക്ക് ആപ്പാടെ അതിലെ ഒരു ഹോബിയുള്ളൂ. അന്നേരം അഭി ഇങ്ങനെ മനസ്സിലോർക്കുക, ഈശ്വര അവളിപ്പോൾ എന്നെ സന്തോഷത്തിലാണ്, ഇനി സത്യങ്ങൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ വെടിവെച്ച് കൊല്ലും, അതോടുകൂടി അവളുടെ സന്തോഷവും തീരും, ഈശ്വര അവൾ അറിയാതിരുന്നാൽ മതിയായിരുന്നു, അവന്തിക അറിഞ്ഞു, ഇനി ഈ വീട്ടിൽ അറിയാൻ
അറിയാൻ ഇവൾ മാത്രമേ ബാക്കിയുള്ളൂ, ആകെ പ്രശ്നമാകും ഇവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണേ. അവന്തിക മാത്രമല്ലല്ലോ, ജാനകിക്കും അറിയത്തില്ലല്ലോ, അത് അഭി മറന്നു പോയതാവാം. ഏതായാലും പേടിച്ചിങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുവാണ് അഭി. അന്നേരം നവ്യ നീ എന്നതാണ് ഈ ചിന്തിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിൻ്റെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു എന്ന് പറയുക. അന്നേരം നവ്യ പിന്നെ എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്, നിൻ്റെ മുത്തശ്ശൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും കാലവും നിൻ്റെ മുത്തശ്ശൻ എല്ലാവരോടും പക്ഷാഭേദം കാണിച്ചിരുന്നു, ചിലരോട് ഇഷ്ടക്കൂടുതൽ കാണിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതുണ്ടായില്ല. നല്ല രീതിയിൽ ആദർശനെ വിമർശിക്കുകയും ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതെനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. അയാളിപ്പോൾ അനുഭവിക്കുന്നത് മൊത്തം ആ പാപം അനഘ എന്ന പെൺകുട്ടിയെ ചതിച്ച് തളർത്തി കിടത്തിയതിൻ്റെ ഫലമാണ് ഇനിയും അയാൾ അനുഭവിക്കും. അയാളുടെ ആ വിവരം അറിഞ്ഞ് പിന്നെ അങ്ങനെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ലായിരുന്നു. ഇനി ഈ വീട്ടിൽ നിന്നുകൂടെ അയാളൊന്ന് പോയി കിട്ടുമായിരുന്നേ മനസ്സമാധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അഭി പറയുവാണ്, എടി തെറ്റ് എല്ലാവർക്കും പറ്റാം, മനുഷ്യനല്ലേ, അങ്ങനെ തെറ്റ് പറ്റുമ്പോൾ നമ്മൾ ക്ഷമിക്കുമല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാണോ തെറ്റ്, ഇങ്ങനൊരു തെറ്റ് ചെയ്ത ആളോട് ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ക്ഷമിച്ചത് നയന ആയതുകൊണ്ടാണ്. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വെടിവെച്ച് കൊന്നിട്ട് ഞാനിപ്പം ജയിലിൽ പോയി കിടന്നേനെ. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പെൺകുട്ടിയും ക്ഷമിച്ചു കൊടുക്കുകയില്ല. അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും കൂടിയാണ് അയാളിപ്പോൾ അനുഭവിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചു, എന്നിട്ട് അതിലുണ്ടായ കുഞ്ഞിനെ കൊണ്ടുവന്ന് സ്വന്തം ഭാര്യയുടെ കയ്യിൽ കൊടുത്തേക്കുന്നു, അവൾ അതും സഹിക്കേണ്ടി വന്നില്ലേ, അതിൻ്റെയൊക്കെയാണ് അയാളിപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അഭി മനസ്സിലോർക്കുക, ഈശ്വര സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ തിരിയുമല്ലോ എന്ന്. എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് നവ്യ അത് തുറന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനയാണ്. രണ്ടുപേരോട് പുറത്ത് പോയി സംസാരിക്കുവാണല്ലോ. ആദർശ് പറയുവാണ്, ആദർശ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു, ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ്. കൂടെ നയന വരണ്ട, നയന പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കൂടെ വരണ്ട, ഞാൻ അവിടെ മാറി നിന്നുകൊണ്ട് തന്നെ തിരിച്ചു വരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മുടെ കമ്പനി ഇപ്പം നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ഇനിയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെടും. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് എന്നൊക്കെ പറയുമ്പം നയനയ്ക്ക് ഭയങ്കര സങ്കടമാണ്. നയന അതിൻ്റെ ആവശ്യമുണ്ട് ആദർശേട്ട, ഇതിനേക്കാൾ തെറ്റ് ചെയ്ത അഭിയൊക്കെ അവിടെ നിലനിൽക്കുമ്പം ആദർശേട്ടനെ എന്തിനാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആദർശ് സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കമ്പനി രക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. നമ്മുടെ ശത്രു ആരാണ് എന്ന് തേടിപ്പിടിച്ച് ചെയ്യേണ്ടത് എനിക്ക് ചെയ്യണം. നീ എന്നെ എതിർക്കരുത്, എതിർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തളർന്നു പോകും. നമ്മുടെ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടിരിക്കും. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ കുഞ്ഞുണ്ടായതിന് ശേഷം ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം, അല്ലാതെ ഇപ്പം നീ എൻ്റെ കൂടെ തന്നെ വന്നിട്ട് കാര്യമില്ല എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നയനെ സമ്മതിപ്പിക്കുന്നു. നയനയ്ക്ക് ആകെ വിഷമമൊക്കെ ആവുന്നുണ്ട്, പക്ഷേ വേറെ നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങ് സമ്മതിക്കുവാണ്. പിന്നെ അവർ തിരിച്ചു വരുമ്പം ദേവയാനി ആകെ വിഷമിച്ചിരിക്കുകയാണ്. ദേവയാനിയോടും ഈ കാര്യങ്ങളൊക്കെ പോയി പറയാനായിട്ട് ചെല്ലുക. അപ്പം ദേവയാനിക്ക് ആകെ വിഷമമാണ്. ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താടാ മോളുടെ മുഖം വയ്യാതിരിക്കുന്ന പോലെ, വിഷമിച്ചിരിക്കുന്ന പോലെ, നീ അവളെ കരയിച്ചോ എന്ന് ചോദിക്കുമ്പം കരയിച്ചൊന്നുമില്ല, ഞാൻ ചില കാര്യങ്ങൾ അവളോട് സംസാരിച്ചു, അത് അവൾക്ക് മനസ്സിലായി, ഇനി ഞാൻ അച്ഛനോടും അമ്മയോടും പറയും, അത് നിങ്ങൾ അംഗീകരിക്കണം. ഏതായാലും ഇനി എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, മുത്തശ്ശൻ പറഞ്ഞതൊക്കെ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു എന്നൊക്കെ പറയുമ്പം ദേവേനയും പറയുന്നുണ്ട്, അതിന് അവരെ തെറ്റു പറയാൻ പറ്റുമോ, ഇങ്ങനൊരു അബദ്ധം നിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ശരിയാണ്, എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ട്, എന്നോട് പറഞ്ഞതാണ് ചുറ്റും ശത്രുക്കളാണ്, സൂക്ഷിച്ച് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാവുള്ളൂ എന്ന് വരെ പറഞ്ഞിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല, അതെൻ്റെ തെറ്റാണ്, അതുകൊണ്ട് ഞാൻ ആ തെറ്റിൻ്റെ പരിഹാരം കാണാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ദേവേനയോട് പറയുകയാണ്, അമ്മ എൻ്റെ കൂടെ വാ, അമ്മയോടും അച്ഛനോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന്. അങ്ങനെ അവർ രണ്ടുപേരൂടെ അപ്പുറത്തേക്ക് പോകുന്നു, ജയൻ്റെ അടുത്തേക്കായിരിക്കാം. ഈ സമയം ആകെ സങ്കടപ്പെട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്ന നയനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.